എല്ലാവർക്കും ഹായ്. റംബൂട്ടാൻ സീസണൊക്കെ സ്റ്റാർട്ട് ചെയ്തു. നമ്മളാണെങ്കിൽ ഇഷ്ടം പോലെ റംബൂട്ടാൻ കഴിച്ചും മടുത്തു. ഇനി ഒരു വെറൈറ്റിക്ക് റംബൂട്ടാൻ മാമ്പഴ പുളിശ്ശേരി പോലെ ഒന്ന് വെച്ചെടുത്താലോ? അതെങ്ങനെയാണെന്ന് വേഗം ഒന്ന് കണ്ടിട്ട് വരാം. അതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് അരപ്പരച്ച് മാറ്റി വെക്കാം. അതിനായിട്ട് തേങ്ങയും പച്ചമുളകും വെളുത്തുള്ളിയും കുരുമുളകുമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മളൊരു 3/4 സ്പൂണോളം ജീരകപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ടേ. ഇനി നമുക്ക് അരപ്പിന് ആവശ്യമായ വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്ത് നല്ല പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുക്കാം കേട്ടോ. അത്യാവശ്യം നന്നായിട്ടൊന്ന് അരഞ്ഞു വരുമ്പം നമ്മൾ അതിലേക്ക് കടുകും കൂടെ ഇട്ട് കൊടുത്ത് ഒന്നുകൂടി ഒന്ന് അരയ്ക്കുന്നുണ്ട്. ഇനി നമ്മുടെ മെയിൻ ഐറ്റമായിട്ടുള്ള റംബൂട്ടാൻ, നമ്മളൊരു 12 റംബൂട്ടാനേ എടുത്തിട്ടുള്ളൂ. അപ്പം നമുക്കത് വൃത്തിയായിട്ടൊന്ന് തൊലിയൊക്കെ കളഞ്ഞെടുക്കാം. മഞ്ഞ റംബൂട്ടാനായതുകൊണ്ട് കൈകൊണ്ട് എത്ര ഞെക്കിയിട്ടും പൊട്ടി വരുന്നില്ലായിരുന്നു. അവസാനം നമ്മൾ കത്തിയെടുത്തെല്ലാം ചെറുതായിട്ടൊന്ന് വരഞ്ഞു കൊടുത്ത് മുറിച്ചെടുക്കുകയാണ് ചെയ്തത്. ചുവപ്പിനേക്കാളും നല്ല മധുരമാണ് ഈ മഞ്ഞ റംബൂട്ടാൻ, ഭയങ്കര ഇഷ്ടമാണ് ഇത്. ഇനി നമ്മൾ റംബൂട്ടാൻ ഒരു ഉരുളിയിലേക്ക് കമത്തുന്നുണ്ട്. നമ്മൾ ഇച്ചിരി എടുക്കുന്നുള്ളൂ റംബൂട്ടാൻ. ഇനി അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് ഉപ്പും കൂടെ അത് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. പിന്നെ വെള്ളം ഒഴിക്കുക. ഇനി നമുക്കിത് അടുപ്പിലേക്ക് വെക്കാം. നമ്മൾ വിറകടുപ്പിലാണ് വെക്കുന്നത്. ഇത്തിരി ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഈ ഒരു പരുവത്തിലാണ് നമ്മുടെ റംബൂട്ടാൻ റെഡിയാവേണ്ടത്. ഒത്തിരി വെള്ളം വറ്റരുത്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരച്ചു വെച്ച അരപ്പൊന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇത്തിരി ഒന്ന് തിളക്കട്ടെ. അപ്പോഴേക്കും നമുക്ക് നമ്മുടെ തൈരൊന്ന് അരച്ചെടുക്കാം. നമ്മൾ അരച്ചിട്ടാണ് ഇതിലേക്ക് തൈര് ചേർക്കുന്നത്. നമ്മൾ വീട്ടിൽ തന്നെ ഉറയൊഴിച്ചുണ്ടാക്കുന്ന തൈരാണ്. അപ്പോൾ നമുക്കിതൊന്ന് അരച്ചെടുക്കാം. നമ്മുടെ കറി അത്യാവശ്യം തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. നമുക്കിനി അരച്ചെടുത്ത തൈര് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. തൈരിലേക്ക് ആവശ്യമായ ഉപ്പ് നമ്മൾ ഇതുവരെയും ചേർത്ത് കൊടുത്തിട്ടില്ല. ഇറക്കി കഴിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം, ഇല്ലെങ്കിൽ പിരിയാൻ സാധ്യതയുണ്ട്. ഇനി ഇത് നമുക്ക് ഇറക്കി വെക്കാം. ഇനി വേറൊരു പാത്രം എടുത്ത് അതിലേക്ക് നമുക്ക് കടുക് താളിക്കാം. എന്നിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ റംബൂട്ടാൻ പുളിശ്ശേരി ഇവിടെ റെഡിയായി. ഇച്ചിരി ഒന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഒരല്പം ചൂടാറിയതിന് ശേഷമാണ് നമ്മളിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. ഉപ്പൊക്കെ ചേർത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി ഇത് നമുക്ക് ചോറിൻ്റെ കൂടെ കഴിച്ചു നോക്കാം. അടിപൊളി ടേസ്റ്റാണ്. മാമ്പഴ പുളിശ്ശേരി പോലെ തന്നെ ഇരിക്കും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. പിന്നെ ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് ഞെക്കണേ. എങ്കിൽ മാത്രമേ നമ്മളിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ നോട്ടിഫിക്കേഷനായിട്ട് വരുള്ളൂ.